സമാധാനം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയം ദൈവവചനവുമായി കത്രപാഠപീഠത്തിലായിരിക്കാമെന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിലൂടെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും വേഗം വരുന്നതായി യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ലോക ജീവിതവും ആത്മീയ ജീവിതവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വേദവാക്യം മത്തായി 7:13-14. ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കവും അത്ര. ഇത് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് വാക്യം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇടുക്കുവാതിലൂടെ കടപ്പിൻ, അകത്തു കടപ്പിൻ. ഇടുക്കുവാതിൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നമുക്കത് ക്രിസ്തീയ ഗോളത്തെയാണ് ഇടുക്കുവാതിലൂടെ കടപ്പിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ലോക ജാതിയായിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ക്രിസ്തുവിലേക്ക് ചേരുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയും. കാരണം ഒരു ലോകപരമായി ജീവിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് സുഖമായിരിക്കാം, സന്തോഷപരമായി അവർ ആഗ്രഹിക്കുന്നത് പലതും അവർക്ക് കിട്ടിയെന്നിരിക്കും. എങ്കിൽ ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ വിട്ടുകൊടുക്കേണ്ടി വരും, കുറേ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ചിലതൊക്കെ പഠിച്ചാൽ മാത്രമേ ക്രിസ്തീയ കോളത്തിൽ നിൽക്കാൻ പറ്റൂ. അതൊന്നും വെറൊരു കളിതമാശയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ഈ ലോകത്ത് ചിലപ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് ചേർന്നതിൽ ഈ ലോകത്ത് നമുക്ക് നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, ദുഷിയുണ്ട്, എല്ലാം ഉണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ, ക്രിസ്തുവിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ചില സമയങ്ങൾ പട്ടിണിയായിരിക്കും, എപ്പോഴും നമുക്ക് സന്തോഷം കിട്ടില്ല, എപ്പോഴും നമുക്ക് സമാധാനം കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ആത്മാവിനെ, ഒരു വ്യക്തിയെ നമ്മൾ ക്രിസ്തുവിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ മുഴു ലോകം നേടുന്നതിനേക്കാളും അതിന് വിലയുണ്ടെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയെ പോലെ നമ്മൾ ക്രിസ്തുവിൽ നിലനിർത്താൻ സമ്മതിക്കാതെ പിശാചി തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അതിനു വേണ്ടി കാത്തിരുന്ന് അത് അതിന് എത്തുന്നതിന് മുമ്പ് തന്നെ പിശാചി നമ്മൾക്ക് പിറുപിറുപ്പിട്ട് പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പല തന്ത്രങ്ങളും വരും. നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായി ഒന്നും കിട്ടില്ല. കാരണം നമുക്ക് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എപ്പോഴും നിലനിൽക്കണം. നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി, പിശാച് ആ സ്ഥലത്ത് കയറി നമ്മളെ പിന്മാറ്റത്തിലിട്ട് പിറുപിറുപ്പിച്ച് ദേഷ്യം, കോപം, കുശുമ്പ്, അസൂയ, അങ്ങനെ ലോകത്തിലെ സ്വഭാവങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മങ്ങലേൽപ്പിക്കണ വരും. ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ഇപ്പോൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ചിലത് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഒന്നും വിട്ടുകൊടുക്കാണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നിലനിൽക്കാവൂ. ഇപ്പം ഈ ലോകത്തിൽ ഒന്നും നമുക്ക് ശാശ്വതമല്ല, ഇതെല്ലാം ഒരു നാൾ അവസാനിക്കുന്നതാണ്. ഈ ലോകക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെയുള്ള ജീവിതം എന്താണെന്ന് പറ്റി ഒരു ധാരണയില്ല. പക്ഷെ നമ്മൾ ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന നമ്മൾ ഓരോ ദൈവ മക്കൾക്കും നമ്മുടേതായ ലക്ഷ്യബോധമുണ്ട്. ഈ ലോകത്തിൽ ഒന്നും നേടുന്നതല്ല, എല്ലാം വേണം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ദൈവം അറിയുന്നുണ്ട്. അതെല്ലാം സമയത്തിന് നമുക്ക് കിട്ടുന്നതായിരിക്കും. എങ്കിലും നമുക്ക് ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, അതിലൊരിക്കലും മങ്ങൽ വരില്ല. അതൊന്നും നമ്മളെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ സമ്മതിക്കാതെ പിശാചിട്ട് നമ്മളായിട്ട് തന്ത്രങ്ങളും വരെയും അതൊന്നും നമ്മൾ വകവയ്ക്കല്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയാണ്. നമ്മൾ ഓരോരുത്തരും പുതു സൃഷ്ടിയായി എപ്പോഴും അങ്ങയുടെ പാദപീഠത്തിൽ തന്നെ ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവരെന്തുമാത്രം എത്ര വലിയ കഷ്ടതയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കഷ്ടതകൾ ഒന്നും അല്ല ദൈവമക്കളെ. ഈ ദാനിയേലിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിംഹക്കുഴിയിൽ അവനെ ഇട്ടിട്ട് കാരാഗ്രഹത്തിൽ പൂട്ടി, എന്നിട്ടൊന്നും അവൻ പതറിയില്ല. ഈ രക്ഷയ്ക്ക് വേണ്ടി നിന്നു. കാരണം അവർക്കറിയാം, ഇതിനെപ്പറ്റി പൂർണ്ണ ധാരണ അവർക്കുണ്ടായിരുന്നു. ആ സിംഹക്കൂട്ടിൽ ഇട്ടപ്പോഴും അവര് ചിലപ്പോൾ അവിടെ ഒന്ന് പതറിയിരുന്നു എങ്കിൽ അവരുടെ നിത്യത അവരവിടെ ചോദ്യചിഹ്നമായിരുന്നേനെ. എന്നിട്ട്
എന്നിട്ടും അവരുടെ വിശ്വാസവും അവരുടെ ക്രിസ്തീയ ആത്മീയ ജീവിതത്തെ പറ്റിയുള്ള ഒരു ധാരണയും കൊണ്ട് അവിടെ ആ സിംഹക്കുഴിയിലും സിംഹത്തിന്റെ വായടച്ച് ദാനിയേലിനെ കൊണ്ടിട്ട ആ പടയാളികളെ മേടിക്കപ്പെട്ടതാണ്. ആ തീ ചൂളയ്ക്കകത്തും അവർക്ക് 3 പേരുടെ ഇടയിൽ 4-മനായി നമ്മുടെ ദൈവം പോയി. കല്ലറയ്ക്കകത്തുള്ളില് അവൻ അവിടെ വീര്യപ്രവർത്തികൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോ ദിവസം നിലനിൽക്കുന്നത് എന്താണ്? നമ്മുടെ തെളിവാണ്. ക്രിസ്തീയ കോളത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നിന്ദയുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, പട്ടിണിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം സഹിച്ച് നമ്മൾ നിലനിൽക്കണം. ഇപ്പൊ ലോകപരമായി നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടിയെന്നിരിക്കും. ഈ ലോകത്ത് നോക്കുമ്പോൾ നമ്മൾ സന്തോഷവതിയാണ്, പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ക്രിസ്തീയ കോളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പക്വതയുള്ളവരായിരിക്കും, പൂർണ്ണതയുള്ളവരായിരിക്കും. എങ്കിലും ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഇവരെ ഇത്രയൊക്കെ കാണും, ഇപ്പോൾ ഇത്രയും നല്ല രീതിക്ക് നിന്നിട്ട് ഇനിയൊരു വിഷയം വരുമ്പോൾ എന്നെ വിട്ടു പോകുമോ എന്നൊരു ടെസ്റ്റിംഗ് ദൈവം നടത്തും. ചില സമയം നമുക്ക് ചില നന്മകൾ ദൈവം കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ അതിലെത്തിക്കാതിരിക്കാൻ വേണ്ടി പിശാച് വെളിയുന്ന തന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് അതിനു വേണ്ടി ഒരുക്കപ്പെട്ട് നമ്മൾ ക്ലിയർ ആക്കേണ്ട കുറെ കാര്യങ്ങൾ ക്ലിയർ ആക്കി വിട്ടുകൊടുക്കേണ്ട കുറെ കാര്യങ്ങൾ വിട്ടുകൊടുത്ത് അതിനു വേണ്ടി ഒരുങ്ങിയ മാത്രമേ നമുക്കത് കിട്ടൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരുങ്ങി നമ്മൾ ക്ലിയർ ആക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടി നമ്മളെ ടെസ്റ്റിംഗ് നടത്തുകയും കൂടെ ചെയ്യും. അങ്ങനെ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ പലവിധമായ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇവിടെയൊക്കെ നിലനിർത്തുന്ന ഏതൊരു പട്ടിണിയിലും ഏത് കഷ്ടത്തിലും ഏത് ദുഃഖത്തിലും ഒന്ന് അപ്പാന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ സ്പോട്ടിൽ നമുക്ക് മറുപടിയാണ്. അതായത് അപ്പന്റെ സന്നിധിയിൽ ക്രിസ്തുവിലേക്ക് ചേർന്ന ആരുടെ ജീവിതം വൃഥാവായി പോയിട്ടില്ല. ഈ ലോകത്തിലെ ജീവിതം ഒന്നും നമുക്ക് ശാശ്വതമായ കാര്യമേ അല്ല. ഈ ലോകക്കാർക്ക് നോക്കുമ്പോൾ അവർ ഇപ്പോൾ സന്തോഷിക്കുവാണെങ്കിലും അവർ ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞാൽ നിത്യാഗ്നിക്കിരയായി തീരും. അവർ ജീവിച്ചതിനൊരർത്ഥമില്ലാതായി പോരും തീരും. എങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിൽ പുനർജനിക്കപ്പെട്ട പുതു സൃഷ്ടികളായ നമ്മൾ ഈ ലോകത്തിലെ വിഷയങ്ങൾ നമുക്ക് വിഷയമല്ല. ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ എനിക്കൊരു നിത്യതയുണ്ട്, എനിക്ക് ചെല്ലാണ്ടൊരിടമുണ്ട്. അവിടെ ഞാനും ദൈവവും മാത്രമേ ഉള്ളൂ. ഈ നമ്മളെ നോക്കുന്ന, നമ്മളെ സംസാരിക്കുന്ന, നമ്മളോട് ഇടപെടുന്ന ഒരൊറ്റ വ്യക്തികൾ പോലും നീ എവിടെ പോയി, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, നീ എന്തിനാ ഉപവസിക്കുന്നത്, നീ എന്തിനാ കരയുന്നത്, നീ ആരോടാ നിലവിളിക്കുന്നത്, നീ ഇത്രയും നാൾ ഈ ആത്മീയ കോളത്തിൽ നിന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചവരാരും അവിടെ കാണില്ല. അപ്പൊ നമ്മളും ദൈവവും തമ്മിൽ ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ലോകത്ത് നിന്ദയുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, പഴിയുണ്ട്, ദുഷ്ടിയുണ്ട്, കഷ്ടതയുണ്ട്, തീച്ചൂളയുടെ അനുഭവമുണ്ട്. യോസഫിന് 12 വർഷമായിരുന്നു കഷ്ടത. അത് കഴിഞ്ഞ് അവനൊരു പ്രവാചകനെ പോലെ അവനെ ഉയർത്തെഴുന്നേറ്റു. ഈ ലോകത്തിലെ കഷ്ടതകളും ദുഃഖങ്ങളും നിരാശകളും ഒന്നും കാര്യമായിട്ട് എടുക്കരുത്. ഒന്നും നമ്മുടെ ജീവിതാന്ത്യത്തോളം അനുഭവിക്കുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതം ഇതല്ല. നമുക്കൊരു നിത്യതയുണ്ട്. ഈ ലോകമെല്ലാം കഴിഞ്ഞതിന് ശേഷം നിത്യതയിൽ എത്തിയതിനു ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്കായി നമ്മൾ ഈ ലോകത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതാണ് നമ്മുടെ ജീവിതം, അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ഇത് ക്രിസ്തുവിലേക്ക് വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായി, എനിക്ക് പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കുടുംബക്കാർക്കും എന്നെ വേണ്ട, എൻ്റെ നാട്ടുകാരെന്നെ ഉപേക്ഷിച്ചു, ഒന്നും നോക്കരുത്. കാരണം പിശാച് നമ്മളെ ഓരോ നിമിഷവും നമ്മളെ എവിടെ തകർക്കാം, എവിടെ ഉടയ്ക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തിയെ ഒരാളാണ്. ഇതിന് നമ്മൾ എന്തേലും ഒരിക്കലും ഇടവരുത്തരുത്. എപ്പോഴും സ്തോത്രത്തിൽ ജാഗരിച്ച് അപ്പനും നമ്മളും തമ്മിലൊരു പ്രത്യേകപരമായ ഒരു ബന്ധം. അപ്പാ എനിക്ക് അത് വേണമെന്ന് പറയണോ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ വിഷയങ്ങൾ കേൾക്കുമെന്നല്ല. അപ്പ എനിക്ക് അത് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ തമ്മിലുള്ള ഒരു ആത്മബന്ധം നമ്മളും പിതാവും തമ്മിലുണ്ടായിരിക്കണം. ഏത് കഷ്ടത്തിലും നഷ്ടത്തിലും ദുഃഖത്തിലും നിരാശയിലും ദൈവകൃപ വിട്ടു പോകാതെ എപ്പോഴും ക്രിസ്തീയ ഗോളത്തിൽ തന്നെ ഇരിക്കുക. വാതിലിലൂടെ കടന്ന് നിത്യത കരസ്ഥമാക്കുവാൻ നമ്മളെ ഏവരും ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങളെയും എന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.